ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാനാണ് 3 സ്ക്വയർ ദി ഹോൾ റേസ് ടു 4 അതും 3 സ്ക്വയർ റേസ് ടു 4 ഇതും. അപ്പോൾ 3 സ്ക്വയറിൻ്റെ പവറാണ് 4 ഇവിടെ 3യുടെ പവർ 2, 2ൻ്റെ പവർ 4. ഇതിൽ ഏതാണ് വലുത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ റൂൾസൊക്കെ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം 3 സ്ക്വയർ ഇൻ ദ ഹോൾ റേസ് ടു 4 ഇതെന്ന് പറയുന്നത് എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ എം ഇൻറ്റു എൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4, അതായത് 3 റേസ് ടു 2 ഇൻറ്റു 4 എത്ര? 8. 3 റേസ് ടു 8. ഇനി അടുത്തത് നമുക്ക് ഈ ആൻസർ നോക്കാം. 3 റേസ് ടു 2 റേസ് ടു 4 അതെങ്ങനെ എഴുതാം? 3 റേസ് ടു 2 റേസ് ടു 4 എന്ന് പറയുന്നതിന് 2 റേസ് ടു 4 എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇതല്ലേ 2 റേസ് ടു 4 എന്ന് പറയുന്നത്? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. അപ്പോൾ 2 റേസ് ടു 4 എന്ന് പറയുന്നത് 16 ആണ്. ഇവ തമ്മിൽ എന്താണ്? ഇവയുടെ പവറാണ് നമ്മൾ നോക്കിയത്. 2 റേസ് ടു 4 അതായത് 16. 3 റേസ് ടു 16. അപ്പോൾ ഇനി ഇത് നമുക്ക് കാണുമ്പം അറിയാമല്ലോ ഏതാണ് വലുത്? 3 റേസ് ടു 8 ആണോ വലുത്? 3 റേസ് ടു 16 ആണോ വലുത്? ഷുവറായിട്ടും 3 റേസ് ടു 16 ആണ് വലുത്. എന്തുകൊണ്ടാണ്? 16 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 റേസ് ടു 16 വരുന്നത്. ഇവിടെ 3 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ 3 റേസ് ടു 8 എന്ന് പറയുന്നത്. അതായത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 റേസ് ടു 4 എന്ന് നമ്മൾ എഴുതുന്ന പോലെ ഇവിടെ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴായിരിക്കും ഇവിടെ 3 റേസ് ടു 8 കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ആൻസർ വലുത് ഏതാണ്? 3 റേസ് ടു 16 ആണ്. ഈസി അല്ലേ?